എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? അടിപൊളിയൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? മോനെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടോ. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? നന്നായിട്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ട്. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? നന്നായിട്ടോ. എന്താണ് അഭിപ്രായം? ഉഷാറായിട്ടോ. എങ്ങനെയുണ്ട് ഉപ്പ് സിനിമ? ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സന്തോഷം. ഷാജി മാഷൊക്കെ ഉഗ്രനാക്കിയില്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? നല്ലൊരു സിനിമയായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയ. എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് സർ? സൂപ്പറാണ്. പിന്നെ ഫോട്ടോഗ്രാഫി, പാട്ടുകൾ എല്ലാം ചെറിയ എങ്ങനെ? നല്ല പടമാണ്, നല്ലൊരു മെസ്സേജ്. എങ്ങനെയുണ്ടായിരുന്നു? ഷോർട്ട് ഫിലിം വിച്ച് കൺവേസ് എ ഗുഡ് മെസ്സേജ്. എങ്ങനെയുണ്ട് സർ ഉപ്പ് സിനിമ ഉണ്ട് അഭിപ്രായം? കെ ബച്ചൻ ഹൈസ്കൂളും അതുപോലെ അരിപ്പുറം പഞ്ചായത്ത് ഒന്നിച്ച് ചെയ്തു. ഉപ്പ് എന്ന ചെറു സിനിമ അതിമനോഹരമായി കാണാൻ സാധിച്ചു. എന്തായാലും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മകനാണ്. ഒരു വളരെ നന്നായി ചെയ്തു. ആ കുട്ടിയും ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തത്. എനിക്ക് അറിയുന്ന പറഞ്ഞാൽ അധ്യാപകരുണ്ടാവില്ല. എന്നിരുന്നാലും അത് എടുത്തു പറയേണ്ടത് മകനായ ഞാൻ തിരുവൂർ ഹൈസ്കൂളിലെ കലാധ്യാപകൻ. നല്ല കലാമൂല്യം കാത്തുസൂക്ഷിക്കാൻ പല ശീലുകളും എന്താ പറയുക മനസ്സിൽ തട്ടുന്നതായി ഇതാണ് നല്ല സിനിമ. കുട്ടികളുടെ സംരംഭം എന്ന നിലയ്ക്ക് കേരളത്തിൽ മുൻപൊന്നുമില്ലാത്ത രീതിയിലാണ് ഈ സിനിമ കണ്ടത്. ഞാൻ ആസ്വദിച്ചത്. ഞാൻ സ്ഥിരം സിനിമ ആസ്വാദകനും കൂടിയാണ്. ഇതിനെല്ലാ ആസ്പെക്ട്സും പ്രതീക്ഷ ഒരുപാട് മേലെ വാക്കുകൾക്കപ്പുറത്തേക്കാണ്. ഉപ്പ് സിനിമ കണ്ടിട്ട് തോന്നി? നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നോക്കോ അടിപൊളിയാണ്. എന്താണ് അഭിപ്രായം? പ്രതീക്ഷയിലും സ്കൂളിലെ കുട്ടികളുണ്ടാക്കിയ സിനിമ എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷയേക്കാളും നല്ല ക്വാളിറ്റിയും ആ ഒരു എക്സ്പെക്ടേഷനേക്കാളും കൂടെ മുകളിലുള്ള വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആക്ടേഴ്സിൻ്റെ പ്രകടനമാണെങ്കിലും ഒക്കെ പ്രതീക്ഷയേക്കാൾ ഒരുപാട് മേലെ എനിക്കുണ്ട്. ഭയങ്കര ഹാപ്പി, സ്പെൻഡ് ചെയ്ത ടൈം വെർത്തായിട്ട് തോന്നി. താങ്ക് യു. നല്ല മനോഹരമായ സിനിമയാണ്. ഒരു മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് സിനിമ കണ്ടിറങ്ങിയാണ്. എന്താണ് അഭിപ്രായം? അടിപൊളി, രക്ഷയില്ല. ഉപ്പ് പോലെ തന്നെ സിനിമയും ഒട്ടും കൂടിയല്ല കുറയില്ല, കറക്റ്റ് ആ പാകത്തിന് തന്നെ അത് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്താണ് ദിലീപ്, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ആക്ട് കാലിക്കറ്റ് എല്ലാവരും ഒന്നിച്ച് വന്നിട്ടാണ് കണ്ടത്. ഒരു ചെറിയ ഒരു ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരു നുള്ളുപ്പാണ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു നുള്ളുപ്പിന്റെ പ്രസക്തി എത്രത്തോളമാണ് എന്ന് കാണിക്കുന്ന ഒരു സിനിമയായി ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു രക്ഷിതാവെന്ന നിലയിലും വളരെയധികം മനസ്സിലേക്ക് ഒരു എന്താ പറയാ വല്ലാണ്ട് ഒരു ഫീലായി, നല്ലൊരു ഫീലായി. ഇപ്പൊ ദിലീപിന് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ദിലീപ് പ്രൂവ്ഡാണ്, നേരത്തെ തന്നെ കഴിവുള്ള ആളാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതോടുകൂടി ഒരു എന്താ പറയാ ഒരു മുഖ്യധാരയിലേക്ക് അദ്ദേഹം എത്തട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു. അപ്പം ഉപ്പ് സിനിമ 1 മണിക്കൂർ കൊണ്ട് അവസാനിച്ചു പോയി അല്ലേ? കുറച്ചും കൂടി വേണം എന്നൊക്കെ തോന്നിക്കണ്ടാവും അല്ലേ? കണ്ടിരിക്കാം. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, വളരെ നല്ല അഭിപ്രായം. മ്യൂസിക്കും ഡയറക്ഷനും ഒക്കെ ഒരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അമേച്ചർ ആണെങ്കിൽ പോലും പ്രൊഫഷണലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷം. നല്ല സിനിമ, ഒരുപാട് സന്ദേശങ്ങൾ ഞങ്ങൾക്ക് തന്നെ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ നല്ല സിനിമ ദിലീപിൻ്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. NSSന്റെ സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയാവുകയും ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ആണ് സിനിമ നമ്മളെ ഒരു കഥ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് അല്ലേ? ഓക്കെ. പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശം പോലും ലാഗില്ലാതെ കൃത്യമായിട്ട് നമ്മൾ കൺവേ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ദിലീപിന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും ദിലീപിന്. താങ്ക് യു. എങ്ങനെയുണ്ട്? ഓക്കെ, വളരെ നല്ല ദിലീപാണ്. നല്ല ഒരു ആശയമാണ് കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും നൽകുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ
ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും രക്ഷിതാവ് എന്നുള്ള നിലയ്ക്കും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. വളരെ നല്ല സിനിമയാണ്, എല്ലാവരും കാണുന്നതാണ് എൻ്റെ താങ്ക് യു. ഉപ്പ് സിനിമ ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഉപ്പ് സിനിമ കണ്ടിറങ്ങിയാണല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ സിനിമ നമ്മൾ കണ്ട് ആസ്വദിച്ചല്ലേ. അപ്പോൾ അതിലുള്ള സന്ദേശങ്ങളെ പറ്റിയൊക്കെ എങ്ങനെയുണ്ട്? അതെ, ഉപ്പ് അധികം ആകാൻ പാടില്ല, പറയാൻ പാടില്ല. ആ സമമാകുമ്പോഴാണ് എല്ലാം കറക്റ്റ് ആവുന്നത്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഉപ്പ്? നല്ല സിനിമ, നല്ല ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു സന്ദേശമാണെന്ന് അറിയില്ലല്ലേ. ഓക്കെ ഓക്കെ. ഇവിടെ കോഴിക്കോട് തന്നെയാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ കോഴിക്കോട് കൈരളി തിയേറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉപ്പ് സിനിമ കണ്ടിറങ്ങിയ അവരുടെ അഭിപ്രായങ്ങളാണ് ഇതുവരെ ചോദിച്ചറിഞ്ഞത്. ഇനിയും കുറച്ച് പേരോട് നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പം സാറ് ഉപ്പ് കണ്ട് ഇറങ്ങിയില്ലേ, എന്താണ് ഉപ്പിനെ പറ്റി പറയുന്നത്? നല്ലൊരു പ്രമേയം, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കക്കാരാണെന്നൊന്നും അറിയാത്ത വിധത്തിൽ ആ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ഒരുപാട് ഞാൻ കോടികൾ മണിക്ക് ഇവിടെ ഒരുപാട് പടങ്ങൾ വരുന്ന ഞങ്ങൾ കാണാം. ഇത്ര കുറഞ്ഞ വിധത്തിൽ ഒരു പടം ചെയ്തെടുക്കുക പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അതിനുള്ള എഫേർട്ട് അത് മാക്സിമം അതിലുണ്ട്. ആ പടത്തിൽ എല്ലാവരും കാണേണ്ട ഒരു ചിത്രമാണ്. ഒരു സ്കൂൾ അധ്യാപകൻ എന്നാണ് സംവിധായകൻ ദിലീപ് മാഷ്. ഒരു മണിക്കൂർ കൊണ്ട് ഒരു സിനിമ ഒരു നല്ലൊരു സന്ദേശം പറയുന്നു. അപ്പോൾ ദിലീപ് മാഷെ പറ്റി എന്താ പറയുക? അദ്ദേഹം ആദ്യത്തെ സിനിമയാണ് സംവിധാനം ചെയ്യുന്നത്. ഇതൊരു തുടക്കക്കാരുടെ സിനിമയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു എക്സ്പെർട്ടൊന്നും അല്ലെങ്കിൽ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നന്നായിട്ടുണ്ട് പടം. നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല പടം. താങ്ക് യു. നല്ലൊരു സിനിമ, ഒരു ചെറിയ സിനിമയാണ്, പക്ഷെ എന്തോ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പം ഒരുപാട് നന്മയുള്ളൊരു സിനിമയായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ ചെറിയ എന്തോ ഒരു മെസ്സേജ് ആണെങ്കിലും നമുക്ക് എവിടേക്ക് ഉള്ളിൽ തട്ടുന്നുണ്ട്. നല്ലൊരു സിനിമ. ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു പോയി എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു പ്രയാസം തോന്നി? ഒരു മണിക്കൂർ കൊണ്ടാണ് ഈ സിനിമ എന്തായാലും ഒരു ലാഗ് അടിപ്പിച്ചിട്ടില്ല. കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ, രസമുണ്ട്. പിന്നെ NSSഉം കൂടി വരുന്ന സമയത്തേക്ക് ഒരുപാട് രസമുള്ള സിനിമയായിട്ട് തോന്നി. നല്ലൊരു മെസ്സേജ്, സന്ദേശം. മോനെ എങ്ങനെയുണ്ട് സിനിമ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമ ഇഷ്ടപ്പെട്ടോ? മോനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ, ഓക്കെ. ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് നഗരം യുനെസ്കോ അംഗീകരിച്ച സാഹിത്യ നഗരമാണ്. ആ സാഹിത്യ നഗരത്തിലെ പ്രധാന തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്, കൈരളി ശ്രീയിൽ. അപ്പം നമ്മുടെ ഉപ്പ് സിനിമയുടെ അത് നിർമ്മിച്ച സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക രേഖ ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചറെ നമസ്കാരം. ഉപ്പ്, അതെ, ഉപ്പ് സിനിമ ഇന്ന് മുതലല്ലേ ഇവിടെ പ്രദർശനം തുടങ്ങിയില്ലേ? അതെ, ഇന്ന് ഫുള്ളായിരുന്നോ? ആയിരുന്നു, ഫുള്ളായിരുന്നു. കോഴിക്കോട് സാഹിത്യ നഗരമാണല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ജില്ലാതലത്തിൽ, അതും പ്രത്യേകിച്ച് ശ്രീ എന്ന തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു ഇമ്പോർട്ടൻസ് ആണല്ലോ. അപ്പോൾ അവിടെ ഒരു ഷോ നടത്തുക എന്നുള്ളത്. ഇന്നിവിടെ ഷോ ആദ്യമായിട്ട് നടത്തിയതാണ്. തുടർന്നും ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് NSSൽ പ്രത്യേകിച്ചും അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോസ് നടത്തണം എന്നാണ് ആഗ്രഹം. എന്തായാലും ഈ ഒരു 3-ാം വാരത്തിലേക്ക് ഉപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു സ്കൂളിൻ്റെയും ഒരു ഗ്രാമത്തിൻ്റെയും സംരംഭമായ ഉപ്പ്. വളരെ സന്തോഷം. ഇന്ന് ഇറങ്ങിയ കാണികളും വളരെ നല്ല അഭിപ്രായമാണ് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞത്. എന്തായാലും കുറേ പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യം കണ്ടവർ പോലും വീണ്ടും വന്ന് കാണുന്ന ഒരു പ്രവണത കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കത് മടുക്കുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളത് കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത്. വളരെ സന്തോഷം. നല്ല രീതിയിലേക്ക് ഇനിയും ഇത് ഉയർന്നു വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അവരുടെ ഫേസ്ബുക്കിൽ പേജിൽ തന്നെ കമൻ്റൊക്കെ ഇടുകയുണ്ടായി ഈ സിനിമയിൽ. അപ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു ശ്രദ്ധിക്കപ്പെട്ട സംരംഭമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം. ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് കുറച്ച് വിശ്വസിക്കുന്നത്. അപ്പം പ്രധാന അധ്യാപിക എന്ന നിലയ്ക്ക് പലരും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാകില്ലേ, ഒരു ദൂരെ നിന്നൊക്കെ സിനിമ കണ്ടിട്ടും അതിൻ്റെ ഇങ്ങനെ ഒരു സ്കൂളിനെ പറ്റിയൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ടീച്ചർ ആരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും വിളിച്ച ആരെങ്കിലും? മറ്റുള്ള സ്കൂളിലുള്ള കുറേയധികം അധ്യാപകർ വിളിച്ചിട്ടുണ്ട്, അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും എപ്പോഴാണ് പേരാമ്പ്രത്തന്നെ ഷോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ടീച്ചേഴ്സും മറ്റു പലരും വിളിക്കുന്നുണ്ട്. കാരണം നല്ലൊരു ഫീഡ്ബാക്കാണ് എല്ലാവരും കണ്ടുപോകുന്നവർ കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു സ്കൂളിൻ്റെയും ഒരു സംരംഭമല്ലേ. അപ്പം എന്നിട്ട് കൂടി ഇത്രയും കോളുകളൊക്കെ വരുമ്പോൾ വലിയ സന്തോഷം. എന്തായാലും ദിലീപ് സാറിൻ്റെ ഒരു സംവിധാനത്തിൽ പിറന്ന ഈ സിനിമ
ഞങ്ങളുടെ സ്കൂളിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളായിട്ട് മാറാൻ കഴിഞ്ഞു. വലിയ സന്തോഷം. നമ്മോടൊപ്പം ആർട്ടിസ്റ്റ് ശിവാനന്ദ സാറ് ചേരുന്നുണ്ട്. അദ്ദേഹം സിനിമ കണ്ട് ഈ സിനിമയെ പറ്റിയൊക്കെ വളരെ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ മൈന്യൂട്ടായ പ്രശ്നങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് ആർട്ടിസ്റ്റ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഇതിൻ്റെ ഈ സിനിമയെ പറ്റിയ മൊത്തത്തിലുള്ള അഭിപ്രായം? വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ അധ്യാപകരും വിദ്യാർത്ഥികളും ആ പ്രദേശത്തെ നാട്ടുകാരും ആദ്യമായൊരു സംരംഭത്തിൽ അറിയിക്കുക, അതുകൊണ്ട് കലയുടെ അല്ലെങ്കിൽ സിനിമയുടെ എല്ലാം കൂടി ചേർന്നൊരു സാങ്കേതികമായിട്ട് എല്ലാം ചേരേണ്ട ഒരു മേഖലയാണ് സിനിമ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെപ്പറ്റി അത്രമാത്രം ഡീപ്പിൽ പോവാതെ തന്നെ ഈ സംരംഭത്തിലേക്ക് വരികയും ഈ സംരംഭത്തിൻ്റെ എല്ലാ ആംഗിളിലും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത നിലയിൽ ഉപ്പ് വളരെ മനോഹരമായി വിജയിച്ചിരിക്കുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ലൈറ്റിംഗ് ആവട്ടെ, അതിൻ്റെ സൗണ്ട് ആവട്ടെ, അതിൻ്റെ ക്യാമറയുടെ ആംഗിൾ ആവട്ടെ, എനി ഏരിയ, ഒരു സിനിമ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഏത് ഏരിയയിൽ വെച്ചിട്ടായാലും നോക്കുകയാണെങ്കിലും എക്സ്പെഷ്യലി മക്കളുടെയൊക്കെ അഭിനയം ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്യാനും തീരെ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുപോലെ സംഗീതമാവട്ടെ, എല്ലാ ആംഗിളിലും ഓവറോൾ ഈ ഫിലിം ആദ്യത്തെ സംരംഭത്തിൽ നല്ല വിജയം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തിനായാലും ഇതിലുള്ള കലാകാരന്മാർക്കെല്ലാം നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. മറ്റൊരു സിനിമയുടെ ഇനി ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം, ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇതിലുള്ള പ്രത്യേകിച്ചിട്ട് അതിലെ നായക നടനും നടിയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സംവിധാന ഗാനങ്ങൾക്ക് അവർക്കൊക്കെ തന്നെ ഈ മേഖലയിൽ ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. എന്തായാലും വളരെ സന്തോഷം, വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതെ, വളരെ സന്തോഷം. താങ്ക് യു സാർ. അപ്പോൾ നമ്മുടെ സംവിധായകൻ, ഉപ്പിൻ്റെ സംവിധായകൻ ശ്രീ ദിലീപ് സാറിൻ്റെ നമ്മളോടൊപ്പം തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷഫീഖ് അലി അദ്ദേഹമുണ്ട് നമ്മോടൊപ്പം. എനിക്കൊന്ന് കോഴിക്കോട് ആദ്യമായിട്ടാണ് ഉപ്പ് സിനിമ പ്രദർശിപ്പിക്കുന്നത് കൈരളിയിൽ. അപ്പം പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. എന്താണ് പക്ഷേ ഇന്നാണ് ഉപ്പ് സിനിമ കൈരളിയിൽ പ്രദർശനം തുടങ്ങിയത്. ഇന്നാണ് ഫുള്ളാണ്, സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ എന്താണ് പറയേണ്ടത്? വളരെ സന്തോഷമുണ്ട്. ശ്രീ അല്ലെങ്കിൽ കൈരളി പോലത്തെ ഒരു തിയേറ്ററിൽ നഗരത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് എത്തി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിച്ചില്ല, നമ്മളോടൊപ്പമുള്ള ആളുകൾ പ്രതീക്ഷിച്ചില്ല. അലങ്കാർ തിയേറ്റർ എങ്ങനെ സഹകരിച്ചോ അതുപോലെ തന്നെ നമ്മളുടെ സർക്കാർ തിയേറ്ററും ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ളതാണ് നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. ഇനിയും പ്രദർശനങ്ങൾ ഒരുപക്ഷെ ഇവിടെ നടന്നേക്കാം. അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെ സന്തോഷം. ഒരു സിനിമ, ചെറിയ സിനിമ ആണെങ്കിൽ പോലും വലിയ രീതിയിലായിട്ട് സന്തോഷം. എന്താണ് സാർ ഇതിൻ്റെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എങ്ങനെയാണ് ഇപ്പം പ്രേക്ഷകരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രദർശിപ്പിച്ചുകൊണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയാം? ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ ആദ്യം പ്ലാനില്ലാത്തൊരു സാധനമാണ്. പക്ഷേ പേരാമ്പ്ര അലങ്കാറിൽ പ്രദർശിപ്പിച്ച സമയത്ത് പ്രേക്ഷകരുടെ അഭിപ്രായം അതാണ് ഞങ്ങൾ ഇതിവിടെ എത്തിക്കണമെന്നുള്ളത്. ഇവിടെ ഒരു പ്രദർശനമെങ്കിലും ഇവിടെ വെക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചത്. പ്രത്യേകിച്ച് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്, ആളുകൾ കാണേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ 45 മിനിറ്റുള്ള സിനിമയാണെങ്കിൽ പോലും ആളുകൾ കാണേണ്ട ഒരു സിനിമയാണിത്. കുട്ടികൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, പിന്നെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരും കുടുംബത്തോടെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണിത്. ആ നിലയ്ക്ക് ആളുകൾ കാണട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇതൊരു മറ്റ് തലത്തിലേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് സമൂഹത്തിനൊരു നല്ല മെസ്സേജ് NSS എന്താണോ NSS കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നൽകുക എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് അങ്ങോട്ടും NSSുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ ഇവിടെ കൂടുതൽ ഷോ വെക്കണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമമാണ്. എന്തായാലും വലിയ സന്തോഷം ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഷാജി മാഷേ നമസ്കാരം. ഇതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. NSSൻ്റെ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന മാഷ് കൈരളിയിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കുമെന്നൊക്കെ ആദ്യം ഒരു വിചാരം അങ്ങനെ ചിന്തിച്ചിരുന്നോ? തീർച്ചയായിട്ടും ആ സിനിമയുടെ ആദ്യ കാഴ്ചയിൽ തന്നെ സിനിമ ഒരുപാട് ഉയരങ്ങളിലെത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. ആളുകളിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ കാണണം, അത്തരത്തിൽ മുന്നേറണം. ഇതിപ്പം കോഴിക്കോട് ജില്ലയിൽ പ്രദർശനം രണ്ട് തിയേറ്ററിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മറ്റു ജില്ലകളിലേക്ക് പ്രദർശനം നടത്താനുള്ള അങ്ങനെ എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ ആലോചനകളൊക്കെ നടക്കുന്നു. ഇനിയിപ്പോൾ ഓണം വെക്കേഷനാണ്, ഇപ്പോൾ പരീക്ഷ, ഓണം വെക്കേഷൻ അത് കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള ആലോചനകൾ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുക തന്നെ എന്നുള്ളത് തന്നെയാണ് ആലോചന. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ സ്കൂളുകളിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ ഭേദവും പിന്നെ മറ്റേനെ കുറ്റം പറയല്ല, അതിലൊക്കെ എത്രയോ ഭേദമാണ് ഒരു സാധാരണ ആ ഒരു സിനിമയെ അപേക്ഷിച്ച്. കുട്ടികൾ സ്കൂളുകളിലെ ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു സിനിമ. യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ആലോചനയാണ്. അപ്പോൾ നമ്മുടെ ഫിലിമിൻ്റെ സംവിധായകനായ ദിലീപാണ് ഈ ഒരു ആശയം വിദ്യാലയത്തിൽ അവതരിപ്പിക്കുന്നത്. തുടർന്ന് പിന്നെ ഫൈസൽ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ അരിക്കുളം പഞ്ചായത്ത്, സുഗതം മാസ്റ്റർ, പ്രസിഡന്റ് ഇവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണ് ഇത്രയും വിപുലമായിട്ടുള്ള ക്യാൻവാസിൽ ഒരു ചലച്ചിത്രം ഒരുക്കാൻ നമുക്ക് സാധിച്ചത്. സാധാരണ വിദ്യാലയങ്ങളിൽ നമ്മൾ ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ആലോചന വന്നു. പിന്നീട് അത് വിപുലമായിട്ട് ഒരു സിനിമയുടെ എല്ലാ കെട്ടും മട്ടും ഉള്ള തരത്തിലേക്കുള്ള ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അരിക്കുളം പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ 11ഓളം വിദ്യാലയങ്ങളുണ്ട്. ആ വിദ്യാലയങ്ങളെല്ലാം എയ്ഡഡ് വിദ്യാലയങ്ങളാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള എയ്ഡഡ് വിദ്യാലയങ്ങൾ ആ എല്ലാ വിദ്യാലയങ്ങളെയും ഈ സിനിമയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും, അവിടുത്തെ ആരോഗ്യ കേന്ദ്രം, അവിടുത്തെ പ്രകൃതി ഭംഗി, അങ്ങനെ ആ ഗ്രാമത്തിലെ ആളുകളുടെ എല്ലാം ഒരു കൂട്ടായ ശ്രമം കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ NSS ആണ് ഇത് നിർമ്മിച്ചത് എന്നതുകൊണ്ട് NSSൻ്റെ ആപ്തവാക്യം ആണ് ഈ ഫിലിമിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ജില്ലയിലെ NSS വിദ്യാർത്ഥികളിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ മെസ്സേജായിട്ട് കൂടി സിനിമ മാറും എന്നാണ് ഞങ്ങൾ വിദ്യാലയത്തിലെ അധ്യാപകർ എന്ന നിലയിൽ, അതേപോലെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന നിലയിൽ, അരിക്കുളം പഞ്ചായത്ത് എന്ന നിലയിലൊക്കെ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് വിപുലമായ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഉപ്പ് സിനിമയിൽ അഭിനയിച്ച ഷാജി, അതായത് അധ്യാപകൻ, അവിടുത്തെ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. സിനിമയിലെ ഉപ്പിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആണ് ഷാജി മാഷ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് നമ്മളോടൊപ്പം ചേർന്ന്, അടുത്ത ബന്ധുവാണ് നമ്മളോടൊപ്പം ചേർന്ന്. ഉമ്മൻ്റെ പേരെന്തായിരുന്നു? മറിയം. എങ്ങനെയുണ്ട് മകൻ്റെ അഭിനയം കണ്ടപ്പോൾ? സന്തോഷമായി. ആണല്ലേ, നന്നായിട്ട് അഭിനയിച്ചു. കാണുന്നത് അതെ അതെ, ഒരു മുഷിപ്പില്ല നമുക്കില്ലേ. രണ്ടാഴ്ച സിനിമ കാണുകയെന്ന് പറയുമ്പോൾ സങ്കടം തോന്നിക്കില്ലേ? ആണ് വീടിൻ്റെ അടുത്ത് ആണല്ലേ. പണ്ട് നിങ്ങൾക്ക് തിയേറ്ററൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എവിടെയായിരുന്നു ആ തിയേറ്റർ? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കവന്തറയോ ഉണ്ടായിരുന്നു അല്ലേ? അന്നേ സിനിമയൊക്കെ ഒരു ബന്ധം അന്നൊന്നും അങ്ങനെ പോകില്ല. ഇല്ല, അതെ അതെ, അതെ അതെ അതെ, ഒരു എത്ര കണ്ടാലും ഒരു മുഷിപ്പില്ല, തോന്നാത്ത സിനിമ. അതെ, തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും കാണേണ്ട ഒരു സിനിമയല്ലേ അല്ലേ? ഈ ഒരു പുതിയ കാലത്ത് വിദ്യാർത്ഥികളെ അല്ലേ? വിദ്യാർത്ഥികളാണ് ഇതധികം നല്ലോണം കാണുന്നത്. അതെ അതെ അതെ, ഈ നെൽപ്പാടം കണ്ടില്ലേ, കതിരും നെല്ലും ഒക്കെ ആയിട്ടൊക്കെ പാലക്കാട് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾ മാത്രമല്ല മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു മൂവിയാണ്. ഈ വീടുകളിൽ നിന്നും ഒരുപാട് കോൺഫ്ലിക്ട്സ് അനുഭവിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ബുള്ളിങ് ഒരു മേജറായിട്ടുള്ള ഇഷ്യൂ ആണ് സ്കൂൾസിലായാലും. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ, ടീനേജ് കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും അനുഭവിക്കുന്നതാണ്. മാത്രമല്ല NSS എന്നുള്ള പേരിലും NSSന് ഇത്രയും ഒരു മൂവിയൊക്കെ ഇങ്ങനത്തെ നല്ല ഓഡിറ്റോറിയത്തിലും അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു നാടിൻ്റെ സക്സസ് തന്നെയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്.
ഒരു നാട്ടിലൊക്കെ ശരിക്കും ഒരു സിനിമ നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അല്ലേ പണ്ടൊക്കെ. പക്ഷേ അതിന് മുതിർന്ന ഒരു സ്കൂളും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അവിടുത്തെ പഞ്ചായത്തൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ നല്ലൊരു സിനിമയായില്ലേ? അതെ. അപ്പോൾ ഇനിയും അടുത്തൊരു സിനിമയിലേക്കും കൂടിയുള്ള പ്രചോദനമായി ഇതില്ലേ? അതെ, NSS നല്ലൊരു പേരാണ്. ബാക്കിയുള്ള ഈ നമ്മുടെ കേരളത്തിലുള്ള ബാക്കിയുള്ള NSSനൊക്കെ ഈ ഒരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റും. അതെ അതെ, ഇനി ഏറ്റെടുക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അല്ലേ? ഓക്കെ, എന്തായാലും വളരെ സന്തോഷം, താങ്ക് യു. അപ്പോൾ ഉപ്പ് സിനിമ കണ്ടപ്പോൾ അതിലെ പാട്ട് വളരെ മനോഹരമായിരുന്നു അല്ലേ? അത് പാലക്കാടിലെ നല്ല നെൽക്കോഴി അല്ലേ, കതിരൊക്കെ ഇടിഞ്ഞ് അല്ലേ, ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലേ? അതിൽ 2 വരി എന്ന് പാട്ടിയാണ്. 2 വരി. ആ, തീർത്തും പഠിക്കണല്ലേ? ഓക്കെ, ഇനി ഞാൻ പഠിച്ചോളൂ അല്ലേ? അപ്പോൾ അടിപൊളിയാക്കി സിനിമ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കോഴിക്കോട് കൈരളി തിയേറ്ററിലാണ് ഉള്ളതിപ്പോൾ. അപ്പോൾ ഉപ്പ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ ആളുകളിൽ നിന്നും കണ്ടവരിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം വളരെ പോസിറ്റീവായ അഭിപ്രായങ്ങളാണ് ഉപ്പ് സിനിമയിൽ കണ്ടിറങ്ങിയവർ പറഞ്ഞത്. എന്തായാലും പിന്നെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.